ഹായ് എവരി വൺ. സോ എസാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ നോക്കുന്ന ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മലയാളം അറിയാലോ, ദ്വിമാന സമവാക്യങ്ങൾ നമ്മൾ പറയുന്ന ടോപ്പിക്ക്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഇക്വേഷൻ കണ്ടിട്ടില്ലേ, എസ് സ്ക്വയർ മൈനസ് 5x + 6 = 0 എന്ന് പറയുന്ന ഇത്തരം ഇക്വേഷൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്വിമാന സമവാക്യങ്ങൾ എന്ന് പറയാം. ഇതിൻ്റെ ജനറൽ ഫോമാറ്റ് പറയാറുള്ളത് ax² + bx + c = 0 എന്നാണ് പറയാറുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യാറുള്ളത് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. റൂട്ട്സ് അതിന് മലയാളമായിട്ട് പറയാറുള്ളത് മൂല്യഗണം എന്നാണ്. മൂല്യഗണം. ഓക്കെ, അപ്പോൾ ആ മൂല്യഗണങ്ങൾ കണ്ടെത്താനായിരിക്കും സാധാരണ പറയാറുള്ളത് അല്ലേ. അപ്പോൾ PSC എക്സാമിലാകുമ്പോൾ എന്താണ്, അത് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ സ്കൂളിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ, ആ എക്സ് കാണാൻ ഒരു ക്വാഡ്രാറ്റിക് ഫോമുല എന്നൊരു ഫോമുല തന്നെ ഉണ്ടല്ലോ അല്ലേ, വലിയ ഭയപ്പെടുത്തുന്ന -b ± എന്നൊക്കെ പറഞ്ഞ് √b² - 4ac/2a എന്നുള്ള വാല്യൂലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ റൂട്ട്സ് നമുക്ക് കിട്ടാറുള്ളൂ, മൂല്യഗണം നമുക്ക് കിട്ടാറുള്ളൂ. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ട് എക്സാം ഹോളിൽ ശരിക്കും എങ്ങനെ തരാം, ഇതിൻ്റെ റൂട്ട്സ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഹോളിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ട് 1, ബി എന്ന് പറഞ്ഞിട്ട് 2, സി എന്ന് പറഞ്ഞിട്ട് ഒരു 4, ഡി വന്നിട്ട് 5 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ മൂല്യഗണം എങ്ങനെ കാണാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയും കണ്ടെത്തിക്കൂടെ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ മാത്സ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇതിൽ പോവാം, നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ പോവാം. ഈ എക്സിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് ഇതിന്ന് ഓപ്ഷന് കൊടുത്താൽ പോരെ. ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ, ആ റൂട്ടിൻ്റെ വാല്യൂ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഇതെന്താവണം, 0 എന്നാവണം. അതിനെ നമ്മൾ റൂട്ട് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ആ ഡെഫിനേഷനിൽ നിങ്ങളിപ്പോൾ ഇതിന് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, 1ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. 5 × 1 പറഞ്ഞാൽ 5 ആണ്, +6 എന്നാണ് വരിക. സോ ഈ 1ഉം 6ഉം നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 7, 7 ന്ന് 5 പോയാൽ 2 എന്നാണ് വരുന്നത്. 0 എന്ന് വന്നോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ എ 1 എന്ന് വിചാരിച്ചാൽ എന്താണ്, തെറ്റാണ്. അടുത്ത് 2 കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ കൊടുത്തേക്ക് 2ൻ്റെ സ്ക്വയർ 4 അല്ലേ, -5 × 2 എത്ര, 5 × 2 10 +6 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ 4ഉം 6ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10, 10 ന്ന് 10 പോയാൽ എന്ത് കിട്ടും, 0 എന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ തേടിയ വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ആൻസർ 2 എന്ന് കിട്ടും. സോ റൂട്ട്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഫോമുല ഉപയോഗിച്ച് സമയം കളയരുത്. അത് ലീനിയർ ഇക്വേഷൻ ആവട്ടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവട്ടെ, ഇവിടെ സ്ക്വയർ ഇല്ലാത്ത സാധനത്തിന് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. സോ അതല്ല ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്താണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ഈ ഉത്തരം തന്നെയല്ലേ കിട്ടുക. എടാ ദ്വിമാന സമവാക്യങ്ങൾക്ക് എപ്പോഴും എത്ര ഉത്തരങ്ങളുണ്ടാവും? ഈ സാധനത്തിനുള്ളിൽ 0 പോസിറ്റീവോ വന്നിട്ടുണ്ടെങ്കിൽ, ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം 0 പോസിറ്റീവോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ 2 റൂട്ട് ഉണ്ടാവുന്ന 2 ഉത്തരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഒരു ഉത്തരമായിട്ട് നമ്മൾ 2 എന്ന് കണ്ടെത്തിയില്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയൊരു ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. ഇനിയൊരു ഉത്തരം കൂടെ ഇതിലുണ്ട്. അത് കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാല്യൂസിൽ ശരിക്കും കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് സൈഡ് പറയണം, കാരണം PSCക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ കാണണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. സോ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന സാധനം ഈ സാധനം ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബി എന്നുള്ള സ്ഥലത്ത് വരുന്നത് ഈ -5 അല്ലേ. സോ ഈ -bനെ സാധനത്തിൽ നിങ്ങൾ -5 എന്ന് കൊടുത്താൽ -5 എന്ന് പറയുന്നത് +5 ആവും. ഇത് ജസ്റ്റ് കേട്ടാൽ മതി കേട്ടോ, നമുക്ക് PSCക്ക് പഠിക്കാനില്ല, ജസ്റ്റ് കേട്ടാൽ മതി. +or - ഈ -5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതെ 25 -4 × a എന്ന് പറയുന്നത് ഇതിലടാ ഈ x² അടുത്തുള്ളതാണ്. x² അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ 1 എന്നാണ് കൊടുക്കേണ്ടത്, 0 എന്ന് കൊടുക്കരുത് കേട്ടോ. ഇൻറ്റു c എന്ന് പറയുന്നത് സീൻ്റെ വാല്യൂ നിങ്ങൾക്ക് 6 എന്നാണ് കിട്ടുക, /2a എന്ന് പറഞ്ഞാൽ ഇവിടെ 1 നമ്മൾ പറഞ്ഞപ്പോൾ 2 എന്നുള്ള ആൻസറാണ് വരും. ഓക്കെ, ഇനി ഞാൻ പെട്ടെന്ന് പറയേണ്ടത് ശ്രദ്ധിച്ചോ. 4 × 1 4, 4 6 24, 25 ന്ന് 24 കുറച്ച് നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുക, 1. അപ്പോൾ നിങ്ങൾ ആൻസർ തന്നെ എങ്ങനെ അറിയോ, 5 പ്ലസ് ഇതിൻ്റെ ആൻസർ 5 ± 1/2 എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 2 ഉത്തരങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഉത്തരം എന്ന് പറയുന്നത് 5 + 1/2 അല്ലേ. ഇവിടെ ഒരു മൈനസ് വരേണ്ടത്, അടുത്ത ഉത്തരം എന്ന് പറയുന്നത് 5 - 1/2 ആണെന്ന് പറയാം. സോ ഇതാണ് ഈ 2 ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 5 + 1 എത്രയാണ്, 5 + 1 6, 6/2 എന്നാണ് ഒരു ഉത്തരം കിട്ടുക. 5 - 1 ചെയ്താൽ 4, 4/2 എന്നാണ് അടുത്ത ആൻസർ വരിക. സോ 2 6 എത്ര വട്ടം പോടാം, 3 പ്രാവശ്യം എന്ന് കിട്ടും. 2 4 എത്ര വട്ടം പോകും, 2 പ്രാവശ്യം എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തൊക്കെ കിട്ടി, 3 2 കിട്ടി. എന്താണ് ഓപ്ഷനുള്ളത്, 3 2 ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, 2 മാത്രമേ ഉത്തരം ഉണ്ടായിരുന്നത്. ആ 2 എന്നുള്ള ആൻസറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ 2 എന്നുള്ള ആൻസർ കണ്ടെത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. നമുക്ക് എക്സാം ഹോളിൽ ഇരുന്നിട്ട് വേണ്ട, ഞാൻ പറഞ്ഞ പോലെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതിനാണ് 0 കിട്ടുകയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ സാറേ ഈ എക്സ്പ്ലനേഷൻ ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PSCക്ക് വന്ന അടുത്ത ചോദ്യം നോക്കിയേക്കടാ, ഇങ്ങനെയാണ് തരുന്നത്. ഒന്ന് വായിച്ചു നോക്കൂ. ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ
മൂല്യഗണത്തിലെ ഒരംഗം എന്ന് പറയുന്നത് 3 + √2 ആയാൽ മൂല്യഗണത്തിലെ അടുത്ത അംഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നത് നേരത്തെ നമുക്ക് ഉത്തരം കിട്ടിയ പോലെ 3 അല്ലെങ്കിൽ 5 എന്നുള്ളൊരു സംഖ്യയാണോ തന്നിട്ടുള്ളത്? അല്ല, ഇങ്ങനെ 3 + √2 എന്നിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് പറയാം? നിങ്ങൾക്ക് ഏതാ തോന്നണേ? നിങ്ങൾ മനസ്സ് തന്നെ പറയേണ്ടാവും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ശരിയാണ്, ഓപ്ഷൻ ബി 3 - √2 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ 3 + √2 എന്നുള്ള ഉത്തരം നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? നമുക്കുണ്ടല്ലോ ലാസ്റ്റ് ആ -b ചെയ്ത് വരുന്ന സമയത്ത് 3 ± √2 എന്ന് വരുമ്പോഴാണല്ലോ ഒരു ഉത്തരം നമ്മൾ 3 + √2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ഉത്തരം എന്ന് പറഞ്ഞാൽ 3 - √2 ആയിരിക്കില്ലടാ. സോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങളുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി എന്ന് വരും. ഇത് വളരെ എളുപ്പമല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യഗണത്തിലെ ഒരംഗം 2 + √3 ആയാൽ മൂല്യഗണത്തിലെ അടുത്ത അംഗം എന്തെന്നല്ല ചോദ്യം. ശ്രദ്ധിച്ച് വായിച്ചോ. അംഗങ്ങളുടെ തുക എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ വരാം? ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് ഫയർമാനിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫയർമാൻ എന്നാണ് എക്സാം ചോദിച്ചത്. ഇത്തരം ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇതിൻ്റെ ആൻസർ എത്ര വരെടാ? ചെയ്ത് നോക്കി എന്താ കിട്ടുന്നത്? ഒരംഗം എന്ന് പറയുന്നത് 2 + √3 തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത അംഗം നമുക്ക് എല്ലാവർക്കും അറിയാതെ 2 - √3 അല്ലേ? സോ ഈ രണ്ട് സംഭവത്തിൻ്റെ തുകയല്ലേ ചോദിക്കുന്നത്? ഇത് പ്ലസ് ചെയ്യാനാണ് നിങ്ങളത് പറയണത്. ഇത് തുക ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? 2 നിങ്ങൾക്ക് കൂട്ടാം. 2 കൂട്ടിയാൽ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. √3 - √3 എന്താവും? അത് ക്യാൻസൽ ചെയ്ത് പോകും. +√3 -√3 കൂടെ 0 എന്നാണ് വരിക. അപ്പോൾ 4 + 0 എന്ന് പറയുന്നത് എത്രയുടെ ആൻസർ വരിക? 4 ആണ്. സോ അഗെയിൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ ബി 4 ആണ്. ഓക്കെ ആണോ? എന്നാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. ഒരു നേരം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് ആ ആൻസർ ഇതിലില്ലേ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് പോസ് തിരിച്ചു വരിക, ഒന്ന് പ്ലേ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായ ആൻസർ ഓപ്ഷൻ ബി അല്ലേ, ഡി അല്ലേ? ഓപ്ഷൻ ഡി 2 എന്നുള്ളതാണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. സോ കിട്ടാത്തവരും നോക്കിക്കോ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൂല്യഗണം 3 + √7 ആയാൽ അടുത്ത മൂല്യഗണം 3 - √7 ആണെന്നറിയാം. ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത മൂല്യഗണം കാണാനല്ല പറഞ്ഞിട്ടുള്ളത്, ആ അംഗങ്ങളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് രണ്ടും ഗുണിക്കണം എന്നാണ് നിയമം. സോ ഗുണിക്കാൻ വേണ്ടിയിട്ട് 2 പദങ്ങളുള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. സോ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പായിട്ട് ഗുണിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഏതോ ഒരു ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? ഈ സംഭവം ഇത് നിങ്ങൾക്ക് a + b × a - b എന്നുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. നമ്മൾ സർവ്വസമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a + b × a - b എന്താണ്? a + b × a - b പറയുന്നത് a² - b² എന്നുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ വരും എന്നുള്ളതാണ്. 3² - √7 സ്ക്വയർ എന്നാണ് വരിക കേട്ടോ. √7 സ്ക്വയർ. ഇതിൽ 3² 9 നമുക്ക് എല്ലാവർക്കും അറിയാം. √7 സ്ക്വയർ എത്രടാ? √7 2 വട്ടം ഗുണിച്ച് കഴിഞ്ഞാൽ റൂട്ട് പോകുന്നതാണ്. അപ്പോൾ 7 എന്നാണ് വരിക കേട്ടോ. അപ്പോൾ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 എന്നാണോ സാറേ? അതെ. √3 × √3 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ √2 × √2 അപ്പോൾ 2 ആണോ? തീർച്ചയായിട്ടും 2 ആണ് വരിക. ഓക്കെ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ √7 × √7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 എന്നാണ് വരിക. സോ 9 - 7 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 2. സോ ഇതിൻ്റെ ഗുണനഫലം നിങ്ങൾക്ക് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 2. ഓക്കെ അല്ലേ? സോ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ വായിക്കുക, ഇതിൻ്റെ ആൻസറിലേക്ക് വരിക. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.